വിശദമായ വാർത്തകളിലേക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ തിരിമറി നടന്നുവെന്ന് വെളിപ്പെടുത്തൽ. അമേരിക്കൻ ഹാക്കറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടാതെ ബിജെപി അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അട്ടിമറി നടന്നിട്ടുണ്ടെന്നും അട്ടിമറി വെളിപ്പെടുത്താനിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബിജെപി നേതാവ് ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടതെന്നും ഹാക്കർ ലണ്ടനിൽ വെളിപ്പെടുത്തി. അതേസമയം ഹാക്കർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ തിരിമറി നടന്നെന്ന് വെളിപ്പെടുത്തൽ. അമേരിക്കൻ ഹാക്കറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടാതെ ബിജെപി അധികാരത്തിലെത്തിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അട്ടിമറി നടന്നിട്ടുണ്ടെന്നും അട്ടിമറി വെളിപ്പെടുത്താനിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ബിജെപി നേതാവ് ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടതെന്നും ഹാക്കർ ലണ്ടനിൽ വെളിപ്പെടുത്തി. അതേസമയം ഹാക്കർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ വിശ്വാസ്യത ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ബിജെപി അധികാരത്തിലെത്തിയ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായി തിരിമറി നടന്നിട്ടുണ്ടെന്ന് അമേരിക്കൻ ഹാക്കർ വെളിപ്പെടുത്തിയത്. ഇന്ത്യൻ ജേർണലിസ്റ്റ് അസോസിയേഷൻ ലണ്ടനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹാക്കർ സയ്യിദ് ഷുജയുടെ വെളിപ്പെടുത്തൽ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീൻ തിരിമറി ചെയ്തു. ഇക്കാര്യം ബിജെപി നേതാവ് ഗോപിനാഥ് മുണ്ടെയ്ക്കും അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന VS സമ്പത്തിനും അറിയാമായിരുന്നുവെന്നും ഹാക്കർ വെളിപ്പെടുത്തി. ഗോപിനാഥ് മുണ്ടെ ഇക്കാര്യം വെളിപ്പെടുത്താൻ ഇരുന്ന സാഹചര്യത്തിലാണ് കൊല്ലപ്പെട്ടതെന്നും ഹാക്കർ ആരോപിച്ചു. ഇതോടെ ഗോപിനാഥ് മുണ്ടെയുടെ അപകട മരണം അടക്കമുള്ള കാര്യങ്ങളാണ് വീണ്ടും സജീവ ചർച്ചയാകുന്നത്. ഉത്തർപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയാണ് ബിജെപി അധികാരത്തിലെത്തിയതെന്നും തിരിമറി നടത്താൻ കഴിയാഞ്ഞതിനാലാണ് ദില്ലിയിൽ ബിജെപിക്ക് അധികാരത്തിലെത്താൻ കഴിയാതിരുന്നതെന്നും സയ്യിദ് ഷുജ വ്യക്തമാക്കി. അതേസമയം ഹാക്കർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് മെഷീൻ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സൂക്ഷിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. ശബരിമല യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ റിട്ട് ഹർജികൾ സുപ്രീംകോടതി ഫെബ്രുവരി 8 പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പുനഃപരിശോധനാ ഹർജികൾ തീർപ്പാക്കിയ ശേഷം മാത്രമേ റിട്ട് ഹർജികൾ പരിഗണിക്കുകയുള്ളൂവെന്ന് നവംബർ 13 ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നു. ആയതിനാൽ തന്നെ ഫെബ്രുവരി 8 മുൻപ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനാണ് സാധ്യത. 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ നാളെ പരിഗണിക്കാനായിരുന്നു കോടതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മെഡിക്കൽ അവധിയിലായതിനാൽ കേസ് ജനുവരി 22 പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യുവതീ പ്രവേശന വിധി ചോദ്യം ചെയ്ത് നൽകിയ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8 പരിഗണിച്ചേക്കും. കോടതിയുടെ വെബ്സൈറ്റിലെ സാധ്യതാ പട്ടികയിൽ 4 റിട്ട് ഹർജികൾ ഫെബ്രുവരി 8 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചെന്നൈ സ്വദേശി വിജയകുമാർ, മുംബൈ സ്വദേശി ശൈലജ വിജയൻ, വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് S ജയരാജ് കുമാർ എന്നിവരും അഖില ഭാരതീയ മലയാളി സംഘ് എന്ന സംഘടനയുമാണ് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു. നവംബർ 13 ഈ 4 റിട്ട് ഹർജികളും പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം റിട്ട് ഹർജികൾ കേൾക്കാമെന്ന് നിരീക്ഷിച്ചത്. അതിനാൽ തന്നെ ഫെബ്രുവരി 8 മുമ്പ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഫെബ്രുവരി 8 എന്നത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് തീയതി മാത്രമാണ്. അതുകൊണ്ട് ഇത് അന്തിമമല്ല. അന്തിമ ലിസ്റ്റ് വരുമ്പോൾ ഈ തീയതി മാറാനും സാധ്യതയുണ്ട്. ജനുവരി 21 മുതൽ 24 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ പട്ടികയിൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പേരില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 27 വരെ അവധി നീട്ടിയതായും ഇതിനിടെ സുപ്രീം കോടതി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഫെബ്രുവരി 1 വരെ കോടതി പരിഗണിക്കുന്ന കേസുകളുടെ അഡ്വാൻസ് ലിസ്റ്റിൽ ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അഡ്വാൻസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേസ് പരിഗണിക്കെടുക്കില്ല എന്ന് തീർത്ത് പറയാനാകില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. യുവതീ പ്രവേശനത്തിന് പിന്നാലെ നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ശബരിമല തന്ത്രിക്ക് ദേവസ്വം ബോർഡ് സാവകാശം നൽകി. നേരത്തെ നൽകിയ സമയപരിധി ഇന്ന് അവസാനിച്ച സാഹചര്യത്തിലാണ് 15 ദിവസങ്ങൾ കൂടി നീട്ടി നൽകിയത്. ശബരിമലയെ തിരക്ക് പരിഗണിച്ച് സമയം നീട്ടി നൽകണമെന്ന് തന്ത്രി ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. 17 ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. വിശദീകരണം കിട്ടിയ ശേഷമായിരിക്കും തന്ത്രിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ബോർഡ് തീരുമാനമെടുക്കുന്നത്. ബിന്ദു, കനകദുർഗ എന്നിവർ ശബരിമല ദർശനം നടത്തിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവര് നടയടച്ച ശുദ്ധിക്രിയ നടത്തിയത്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത സമരങ്ങളൊക്കെയും പരാജയപ്പെട്ടതിന് പിന്നാലെ ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ ഭക്ത സംഗമവും ബിജെപിയെ തിരിഞ്ഞുകൂത്തുന്നു. അയ്യപ്പ ഭക്ത സംഗമത്തിൽ അധ്യക്ഷനായ സ്വാമി ചിദാനന്ദപുരിയുടെ പഴയ പ്രസംഗമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്.
ബി.ജെ.പിയുടെ അയ്യപ്പഭക്ത സംഗമം സവർണ കൂട്ടായ്മയായെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മഹാഭാഗ്യമായെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. വാർത്തകൾ തുടരുന്നു. M. നാഗേശ്വര റാവുവിനെ CBIയുടെ ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിന്മാറി. CBI ഡയറക്ടറെ തീരുമാനിക്കാനുള്ള ഉന്നതതല സമിതിയിൽ അംഗമായതിനാലാണ് ചീഫ് ജസ്റ്റിസ് പിന്മാറിയത്. പുതിയ ബെഞ്ച് ജനുവരി 24-ന് ഹർജി പരിഗണിക്കും. അലോക് വർമ്മ നടപ്പിലാക്കിയ സ്ഥലംമാറ്റ ഉത്തരവ് പിൻവലിച്ച നാഗേശ്വര റാവുവിന്റെ നടപടിക്കെതിരെയാണ് CBI ഉദ്യോഗസ്ഥൻ AK ബസി സുപ്രീം കോടതിയെ സമീപിച്ചത്. സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട മെഹുൽ ചോക്സി ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചു. പൗരത്വം ഉപേക്ഷിച്ച് ചോക്സി തന്റെ പാസ്പോർട്ട് ആന്റിഗ്വയിലെ ഇന്ത്യൻ കമ്മീഷണർക്ക് സമർപ്പിച്ചു. വായ്പാ തട്ടിപ്പ് കേസിൽ വിവിധ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നതിനാൽ ചോക്സി ഇന്ത്യക്ക് കൈമാറുന്നത് ഒഴിവാക്കാനാണ് പൗരത്വം ഉപേക്ഷിച്ചതെന്നാണ് സൂചന. മുനമ്പം മനുഷ്യക്കടത്ത് സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. ദില്ലി അംബേദ്കർ നഗറിൽ താമസക്കാരനായ രവി സനൂപ് രാജയാണ് കേരള പോലീസിന്റെ പിടിയിലായത്. കുടുംബാംഗങ്ങളെ മുനമ്പത്ത് നിന്ന് ബോട്ടിൽ കയറ്റി അയച്ച ശേഷം രവി ദില്ലിയിൽ തിരിച്ചെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയുമാണ്. മുനമ്പം തീരത്ത് നിന്ന് പുറപ്പെട്ട സംഘം ഇന്ന് ഇന്തോനേഷ്യൻ തീരത്തേക്ക് കടന്നതായി സൂചന. ബോട്ടിൽ കരുതിയിരുന്ന ഭക്ഷണ വസ്തുക്കളും ഇന്ധന ശേഖരവും തീർന്നതാണ് കാരണം. 230 അംഗ സംഘത്തിന്റെ ലക്ഷ്യം ന്യൂസിലൻഡ് ആണെന്നും പോലീസ് കരുതുന്നു. മനുഷ്യക്കടത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ളതിനാൽ നയതന്ത്ര ഇടപെടലുകൾക്കുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു. കസ്റ്റഡിയിലെടുത്ത 2 പേരെ IB ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. അഫ്ഗാനിസ്ഥാനിൽ സൈനിക പരിശീലന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 100-ലേറെ സൈനികർ കൊല്ലപ്പെട്ടു. വർദ്ധക് പ്രവിശ്യയിലെ സൈനിക കേന്ദ്രത്തിൽ താലിബാനാണ് സ്ഫോടനം നടത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് വർദ്ധക് പ്രവിശ്യയിലെ മൈദാൻ ഷഹറിലുള്ള നാഷണൽ ഡയറക്ടറേറ്റ് ഓഫ് സെക്യൂരിറ്റി പരിശീലന കേന്ദ്രത്തിൽ ആക്രമണം നടന്നത്. 126 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരമെന്ന് കാബൂളിലെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.